Discussing about the secondary sector, isn't it? Let us rewind about the features of secondary sector. Secondary sector എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് അവിടെ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. എന്തായിരുന്നു സെക്കൻഡറി സെക്ടർ? സെക്കൻഡറി സെക്ടറിലാണ് പ്രൈമറി സെക്ടറിൽ നിന്നും കിട്ടുന്ന റോ മെറ്റീരിയൽസിനെ നമ്മൾ പല ഹ്യൂമൻ ആക്ടിവിറ്റീസും യൂസ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് കൺസ്യൂമർ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആക്കി മാറ്റുന്നത്. ദെൻ ഈ സെക്ടറിന് വേറെ 2-3 പേരുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഈ സെക്കൻഡറി സെക്ടറിനെ 2 ഇൻഡസ്ട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ലൈക്ക് ഹെവി ഇൻഡസ്ട്രി ആൻഡ് ലൈറ്റ് ഇൻഡസ്ട്രി. ഹെവി ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഹെവി മെഷീനറീസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രിയാണ്. ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ പവർ ജനറേഷൻ പ്രോജക്റ്റ് ഒക്കെ വരുന്നത് ഹെവി ഇൻഡസ്ട്രീസിലാണ്. അപ്പോൾ ലൈറ്റ് ഇൻഡസ്ട്രി എന്തായിരിക്കും? ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെറിയ ഗുഡ്സ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രോഡക്ട്സ്, കോസ്മെറ്റിക്സ്, ഇലക്ട്രോണിക് ഗുഡ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആയിരിക്കും ലൈറ്റ് ഇൻഡസ്ട്രീസ്. ദെൻ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ബാക്കി 2 സെക്ടേഴ്സിനെയും ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ധാരാളം ജോലി സാധ്യതകൾ അഥവാ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് തരുന്നു. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. നൗ റോൾ, ഇമ്പോർട്ടൻസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് സെക്കൻഡറി സെക്ടർ. ഒന്നാമത്തേത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. സെക്കൻഡറി സെക്ടർ കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് കൂടുതലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ പോസിബിൾ ആകുന്നത്. കൂടുതൽ കമ്പനീസ് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാകും, ഓരോ ഏരിയാസ് ഡെവലപ്ഡ് ആവും. ദെൻ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ, പാലങ്ങൾ, പിന്നെ റെയിൽവേ, പവർ ജനറേഷൻ പ്രോജക്ട്സ്, അതല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒത്തിരിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡറി സെക്ടർ വഴിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പാവും, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷനും കൂടും. ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇംപ്രൂവ്സ് ദ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. കൂടുതൽ നല്ല ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് വരാൻ നേരത്ത് അതിൻ്റെ ചുറ്റും പുതിയ പുതിയ കുറേ കടകൾ വരും, ഒത്തിരി പേർക്ക് വരുമാനം കിട്ടും, സാലറി കൂടുതൽ കിട്ടും, അവരുടെ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കും. അങ്ങനെ മൊത്തത്തിൽ നോക്കാൻ നേരത്ത് ലിവിങ് സ്റ്റാൻഡേർഡ് കൂടും ഇൻഡസ്ട്രീസ് കൂടാൻ നേരത്ത്. കാര്യം കൂടുതൽ പേർക്ക് ജോലി കിട്ടുന്നു, കൂടുതൽ സാലറി കിട്ടുന്നു, അപ്പോൾ കൂടുതൽ പ്രോഡക്റ്റ് വാങ്ങുന്നു, നല്ല സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നു, നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു, പുതിയ കാറോ ബൈക്കോ ഒക്കെ വാങ്ങുന്നു. അങ്ങനെ മൊത്തത്തിൽ അവരുടെ ജീവിത ശൈലി തന്നെ ഇംപ്രൂവ് ആവുന്നു. ഓക്കെ, ദെൻ ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ദ നേഷൻ. രാജ്യത്തിൻ്റെ വരുമാനം അല്ലെങ്കിൽ ആസ്തി കൂട്ടാനും സഹായിക്കുന്നു. ആസ് വെൽ ആസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. കൂടുതൽ ജോലി സാധ്യതകൾ പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ വേറൊരു കാര്യം ഇറ്റ് ഓൾസോ പ്രൊമോട്ട്സ് ഡെവലപ്മെൻറ്റ് ഓഫ് അതർ സെക്ടേഴ്സ്. സെക്കൻഡറി സെക്ടർ കൊണ്ട് പ്രൈമറി സെക്ടറിനും ടേർഷ്യറി സെക്ടറിനും ഗുണം ഉണ്ടാവാറുണ്ട്. ഓക്കെ, നൗ കംസ് ദ പ്രോബ്ലംസ് ഇൻ സെക്കൻഡറി സെക്ടർ. ഇനി ഈ സെക്കൻഡറി സെക്ടറിലെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ മേജർ ഇഷ്യൂസ് എന്താണ്? ഒന്നാമത്തത് ലാക്ക് ഓഫ് അഡിക്വേറ്റ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ എന്താ ക്യാപിറ്റൽ ഗുഡ്സ്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ചാൽ ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ്. വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുമല്ലോ, മൂലധനം അല്ലേ? മൂലധനം എന്ന് വെച്ചാൽ എന്താ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓൾറെഡി ഒരു ഗുഡിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, സ്വീറ്റ്സ് എന്തെങ്കിലും നമുക്ക് പാക്ക് ചെയ്യണം എന്ന് വെച്ചോ, മാനുവലി അല്ല മെഷീൻ യൂസ് ചെയ്താണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ പാക്കിംഗ് മെഷീൻ വേണ്ടേ? അപ്പോൾ സ്വീറ്റ്സ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ സ്വീറ്റ്സ് പാക്ക് ചെയ്യാനുള്ള ഒരു മെഷീൻ വേണം. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗുഡായിട്ട് കാണാം. കിട്ടിയോ?
ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള വേറെ ചില ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ്, സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ട ഗുഡ്സാണ് ക്യാപിറ്റൽ ഗുഡ്സ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത് ഹെവി മെഷീനറീസ്, എക്യുപ്മെൻറ്റ് ആൻഡ് പ്ലാന്റ്. അങ്ങനെയുള്ള ഹെവി മെഷീനറീസ് ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. വി ലാക്ക് ഇറ്റ്. സോ അതൊരു മേജർ പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, ഡെവലപ്ഡ് നേഷൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു ക്യാപിറ്റൽ ഗുഡ്സിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ പ്രശ്നം റീജിയണൽ ഇംബാലൻസ്, പ്രാദേശിക അസന്തുലിതാവസ്ഥ. എന്ന് വെച്ചാൽ കൂടുതൽ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ ബിസിനസ്സും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് സിറ്റി അല്ലെങ്കിൽ ടൗൺസ് ആണ്, എസ്പെഷ്യലി മെട്രോപൊളിറ്റൻ സിറ്റീസ്. അല്ലാതെ ഗ്രാമങ്ങളിലൊന്നും അല്ലല്ലോ കൂടുതൽ ബിസിനസ്സുകളും ഇൻഡസ്ട്രീസും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചില റീജിയന് ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിരിക്കും. ലൈക്ക് മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഇന്ത്യയുടെ കേസ് എടുത്താൽ നല്ല ഡെവലപ്മെൻറ്റാണ്. നല്ല കെട്ടിടങ്ങൾ, നല്ല റോഡ്, നല്ല പാലങ്ങൾ, റെയിൽവേ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സെറ്റപ്പ് ആയിരിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കേസ് എടുത്താൽ തന്നെ എറണാകുളവും ട്രിവാൻഡ്രവും കുറച്ചുകൂടെ ഡെവലപ്ഡാന്ന് പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനെയാണ് റീജിയണൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഡസ്ട്രീസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ഏതാണോ, റീജിയൻ ഏതാണോ, അവിടെ നല്ല ഡെവലപ്മെൻറ്റും, ഇൻഡസ്ട്രീസ് കുറവുള്ള റീജിയനിൽ ഡെവലപ്മെൻറ്റ് കുറവും ആയിരിക്കും. ദെൻ ലോസ് ഇൻ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ്. പിന്നെ പറയാനുള്ള കാരണം ഇൻഡസ്ട്രീസിൻ്റെ കേസ് എടുത്താൽ പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രീസിന് നല്ല രീതിയിൽ ലാഭവും കാര്യങ്ങളുമാണ്. പക്ഷേ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് നോക്കിയാൽ പൊതുവെ അവിടെ നഷ്ടമായിരിക്കും, ബിക്കോസ് ഓഫ് മിസ്മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആൻഡ് ഓൾ. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമ്പനീസിനെ റെഡിയാക്കി എടുക്കണമെങ്കിൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് വേണ്ടി വരും ഇതിനെയൊക്കെ റിപ്പയർ ചെയ്തെടുക്കാൻ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസിനെ. അത് ഗവൺമെൻറ് കയ്യിലായതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ പോരായ്മ വരുന്നത്. കാര്യം ഗവൺമെൻറ് ആ ഒരു ഡ്യൂ ഇമ്പോർട്ടൻസ് ആദ്യമൊക്കെ കൊടുക്കാത്തത് കൊണ്ട് നഷ്ടത്തിലാവുന്നു. ഇപ്പോൾ ഒരിടയ്ക്ക് KSRTC നഷ്ടത്തിലാണ് ഓടുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നില്ലേ, ഈ കൊറോണയൊക്കെ വരുന്നതിന് കുറച്ച് മുന്നേ. ഇപ്പോൾ ഓൾറെഡി നഷ്ടത്തിലാണ്, ഇപ്പോഴത്തെ കേസല്ല, അതിന് മുന്നേ. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ സിക്നസ്, വ്യാവസായിക രോഗമെന്ന് പറയും. ഇതെന്ന് പറയുന്നത് ചില സമയത്ത് ഒരു ഇൻഡസ്ട്രിക്ക് പെട്ടെന്നൊരു ഫെയിലിയർ അല്ലെങ്കിൽ ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ പറയില്ലേ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി തീരെ വീക്കാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഡസ്ട്രി, ഏതെങ്കിലുമൊക്കെ ചില ഇൻഡസ്ട്രീസ് ചില സമയത്ത് ഭയങ്കര വീക്കാന്ന് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ മിസ്മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ബിസിനസ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജ്, ഇതൊക്കെ കൊണ്ടാണ് ഇൻഡസ്ട്രിയൽ സിക്നസ് ഉണ്ടാവുന്നത്. ആൻഡ് ഫൈനലി ലാക്ക് ഓഫ് ക്യാപിറ്റൽ, മൂലധനം ഇല്ലാത്തതും ഒരു വലിയ ഇഷ്യൂ ആണ്. ഓക്കെ, നൗ ബിസിനസ് എക്സാമ്പിൾസ്. സെക്കൻഡറി സെക്ടറിൻ്റെ കീഴിൽ വരുന്ന ബിസിനസ് ടൈപ്സ് ഏതാണ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഏതാണ്? ഒന്നാമത്തത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ വീടുകൾ മാത്രമല്ല, ഹോം റിലേറ്റഡ് ഫ്ലാറ്റ്, വില്ലാസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഹൗസസ്, അതോടൊപ്പം തന്നെ റോഡ്, കനാൽ, ദെൻ റെയിൽവേ, ബ്രിഡ്ജസ്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഐറ്റംസിൻ്റെയും കൺസ്ട്രക്ഷനും അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും വരുന്ന ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ദെൻ എൻജിനീയറിങ്ങും ഒരു സെക്കൻഡറി സെക്ടർ ബിസിനസ്സാണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഏതെങ്കിലുമൊക്കെ ടൈപ്സ് ഓഫ് ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീൻസിൻ്റെ ഡിസൈനിങ്ങും മാനുഫാക്ചറും ആണ്. ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ അത് നിർമ്മിക്കുക, അതൊക്കെ എൻജിനീയറിങ്ങിലാണ് വരുന്നത്. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എൻജിനീയറിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രി തന്നെയാണ്, ഹാവിങ് ഡൈവേഴ്സിഫൈഡ് ബ്രാഞ്ചസ്. ഇപ്പോൾ എൻജിനീയറിങ്ങിൽ തന്നെ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്നത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആയിരിക്കും. ഇത് കൂടാതെ തന്നെ വേറെ എൻജിനീയറിംഗ് ബ്രാഞ്ചസ് ഉണ്ട്, ലൈക്ക് കെമിക്കൽ എൻജിനീയറിംഗ്, ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ്, മെഡിക്കൽ എൻജിനീയറിംഗ്, അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ്, അങ്ങനെ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ, ഈ സെക്കൻഡറി സെക്ടറിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ്. തേർഡ് വൺ കെമിക്കൽ ഇൻഡസ്ട്രിയും ഒരു സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഏതെങ്കിലുമൊക്കെ ടൈപ്സ് ഓഫ് കെമിക്കൽസ് അല്ലെങ്കിൽ ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ആയിരിക്കും. ഫോർത്ത് വൺ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി.
ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ട വെഹിക്കിൾസിൻ്റെ ഡിസൈനിങ്ങോ ഡെവലപ്മെൻറ്റോ മാനുഫാക്ചറിങ്ങോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയാണ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി. ദെൻ കംസ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് അറിയാമല്ലോ, നമ്മുടെ സാധാ ഇലക്ട്രോണിക്സ് ഗുഡ്സ് ലൈക്ക് കമ്പ്യൂട്ടർ, ടെലിവിഷൻ, DVD, മൊബൈൽ ഫോൺസ്, ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റേഴ്സ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയാണ് ഇലക്ട്രോണിക്സ്. അതും സെക്കൻഡറി സെക്ടറാണ്. ദെൻ കംസ് ഫുഡ് ഇൻഡസ്ട്രി. ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സിൻ്റെ പ്രോസസ്സിംഗ്, മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് അല്ലേ, നെസ്ലയുടെ ഒത്തിരി സ്വീറ്റ്സ് അറിയാം, അതുപോലെ വേറെ കുറേ ഫുഡ് പ്രോഡക്ട്സ് നമുക്കറിയാം. അതുപോലെ കെല്ലോഗ്സ്, ബ്രിട്ടാനിയ, കാഡ്ബറീസ്, ഇതെല്ലാം ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്ന ചില എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയും സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. ദെൻ കംസ് എയ്റോസ്പേസ് ഇൻഡസ്ട്രി. എയ്റോസ്പേസ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ എയർലൈനുമായി ബന്ധപ്പെട്ട ഡിസൈനിങ്ങോ മാനുഫാക്ചറിങ്ങോ വരുന്ന ഇൻഡസ്ട്രിയാണ്. ഇന്ത്യയിലെ കേസിൽ ഒരു ഗവൺമെൻറ് ഓൺ ചെയ്ത ഏറ്റവും വലിയ എയറോസ്പേസ് കമ്പനിയാണ് HAL അഥവാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ദെൻ കംസ് കോട്ടൺ ഇൻഡസ്ട്രി. കോട്ടൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ത്രെഡ് അല്ലെങ്കിൽ യാൺ, നൂലിഴകളൊക്കെ കോട്ടണിൽ നിന്നും മാറ്റി നിർമ്മിക്കുന്ന ഇൻഡസ്ട്രി. ഓക്കെ, ഒത്തിരി അധികം ഫാമേഴ്സിനും മറ്റുള്ളവർക്കും ജോലി കൊടുക്കുന്നൊരു ഇൻഡസ്ട്രി കൂടിയാണ് കോട്ടൺ ഇൻഡസ്ട്രി. സോ അതിത്രയേ ഉള്ളൂ. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൊഡക്ഷൻ ഓഫ് ത്രെഡ് ഫ്രം കോട്ടൺ. കോട്ടണിൽ നിന്നും നൂലുകൾ അല്ലെങ്കിൽ ത്രെഡ്സ് ഫോം ചെയ്തെടുക്കുന്ന ഇൻഡസ്ട്രിയാണ് കോട്ടൺ ഇൻഡസ്ട്രി. ഇതുമായി റിലേറ്റ് ചെയ്ത് അടുത്തതാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. തുണിത്തരങ്ങളുടെ ഡിസൈനിങ്, മാനുഫാക്ചറിങ് ആസ് വെൽ ആസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഇൻഡസ്ട്രിയാണ്. ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഒത്തിരി പേര് ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. GDPയിൽ ഒരു 4% കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ. ഇതുമായി ഏതാണ്ട് സിമിലറായിട്ട് വരുന്ന വേറൊരെണ്ണമാണ് ഗാർമെൻറ്റ് ഇൻഡസ്ട്രി. ഗാർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ളൊരു ടെക്സ്റ്റൈൽ ടൈപ്പാന്ന് പറയാം. ലൈക്ക് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റിച്ചിങ് ഓർ ഡിസൈനിങ് ഓഫ് ഡ്രസ് വെയേഴ്സ്, എസ്പെഷ്യലി ഹൈ ക്വാളിറ്റി സ്റ്റൈലിഷ് ഗാർമെൻറ്റ്സ്. നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിയെ വിളിക്കുന്ന പേരാണ് ഗാർമെൻറ്റ് ഇൻഡസ്ട്രി. ഇതും സെക്കൻഡറിയിൽ വരുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി ഓർ ലാസ്റ്റ് എക്സാമ്പിൾ ഫ്രം സെക്കൻഡറി സെക്ടർ ഇസ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി. അതെന്തായിരിക്കും? ഷിപ്സിൻ്റെ അല്ലെങ്കിൽ ഷിപ്പുമായി ബന്ധപ്പെട്ട അക്സസറീസിൻ്റെ ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും വരുന്നതാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് വിശാഖപട്ടണം എന്ന സ്ഥലത്താണ് ഡ്യൂറിങ് ദ ഇയർ 1941. അതുപോലെ ഇന്ത്യയിലെ മേജർ ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസിൻ്റെ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ മുംബൈ, ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് ലൊക്കേറ്റഡ് ഇൻ വിശാഖപട്ടണം, ദെൻ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് ലൊക്കേറ്റഡ് ഇൻ കൊച്ചി. ഇതിലേതെങ്കിലും 1-2 എക്സാമ്പിൾസ് നോക്കുക. അതുപോലെ ബിസിനസ് എക്സാമ്പിൾസ് എല്ലാത്തിൻ്റെ ഹെഡിങ്സ് മനസ്സിലാക്കി പഠിക്കുക. ബാക്കി നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എഴുതാം. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടേർഷ്യറി സെക്ടറാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ഇന്നത്തെ നോട്ട്സ് ഷോർട്ടാക്കി മീൻസ് പോയിൻറ്റ്സ് മാത്രം മതി. റോൾ ഓർ ഇമ്പോർട്ടൻസ് ഓർ ബെനഫിറ്റ്സ് എന്നൊക്കെ കൊടുത്തിട്ട് ആ മെയിൻ ഹെഡിങ്സ് മാത്രം 5 എഴുതുക. പ്രോബ്ലംസ് ഇൻ സെക്കൻഡറി സെക്ടർ കൊടുത്തിട്ട് അതിൻ്റെ മെയിനായിട്ടുള്ള 6 ഹെഡിങ്സ് മാത്രം കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഡിഫൈൻ ചെയ്ത ഓരോ സെൻറ്റൻസ് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ പോയിൻറ്റ്സ് കൊടുത്താലും മതി. ഹൈഫനിട്ട് വേണമെങ്കിൽ കൊടുക്കുക, അതല്ലെങ്കിൽ ഹെഡിങ്സ് മാത്രം എഴുതി ലെക്ചർ നോട്ട്സ് ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ബട്ട് തിങ് ഈസ് ദാറ്റ് യു ഷുഡ് സ്റ്റഡി ഇറ്റ്. ഈ എഴുതാൻ പറയുന്നത് എന്തോ കടമ തീർക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി വെക്കാൻ പറയുന്നത് നോട്ട്. അതൊരു വലിയ ഭാരമായിട്ട് കരുതരുത്. നിങ്ങൾക്ക് പഠിക്കാം, ഒരു വട്ടമെങ്കിലും എഴുതിയാൽ അത്രയെങ്കിലും മനസ്സിലാവുമല്ലോ, പഠിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എഴുതാൻ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.